നെവിൻ പോളി നായകനാകുന്ന ബദൽഹേം കുടുംബ യൂണിറ്റ് പടം കണ്ടിരുന്നു. ഈ പടം ഓണം കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നില്ല ഇനി വേറൊരു പടം ഇതിൻ്റെ മുകളിലോട്ട് കയറ്റി വെക്കുമെന്ന്. കാരണം ഓണത്തിന് മലയാളി എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കകത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് തന്നെയാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ആരും അങ്ങനെ മോശം പറഞ്ഞില്ല. അതാണ് ഒരു പടത്തിൻ്റെ വിജയം. നമ്മളെ സിനിമയ്ക്കൊപ്പം സഞ്ചരിപ്പിക്കാൻ ഈ ക്രൂവിന് സാധിച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമുക്കൊരിക്കലും ഒരു സിനിമയാണെന്ന് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ആ കഥാപാത്രത്തിലോട്ടങ്ങ് ഇഴുകി ചേർത്തു. അവരിൽ ഒരാളായി നമ്മൾ. അവരെവിടെയൊക്കെ പോകുന്നു ആ കൂടെ നമ്മളും യാത്ര ചെയ്യാൻ തുടങ്ങി. തിരക്കഥയുടെ വിജയം എപ്പോഴും അതാണ്. നമ്മളെ കൂടെ സഞ്ചരിപ്പിക്കാൻ സാധിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എടുത്തു വെച്ച് കഴിയുമ്പോൾ വർക്കൗട്ട് ആകത്തില്ല. ഇവിടെ നമ്മൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അരോചകം തോന്നിക്കാത്ത രീതിയിൽ അവർ ഭംഗിയായിട്ട് കട്ട് ചെയ്തങ്ങ് പോയി. പിന്നെ കുറ്റം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രഡിക്റ്റബിൾ സ്റ്റോറി അല്ലെന്ന് ചോദിക്കും. ഈ ട്രെയിലറിലും ഈ ടീസറിലും അവർ ഓൾറെഡി എന്താണ് കഥ, എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള അവർ വ്യക്തമാക്കും. എന്നിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിലോട്ട് പോകുന്നത്. നമ്മളപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണ്. ഒരു പ്രായം വെച്ചാൽ ഇന്നിപ്പം അൺമാരീഡ് ആയിട്ട് നിൽക്കുന്ന 30+ നിൽക്കുന്ന ഒരാളും 20s നിൽക്കുന്ന ഒരാളും തമ്മിലുള്ള ഒരു പ്രണയമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്തായാലും പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ക്വാളിറ്റി വർക്കാണ്. അത്യാവശ്യം നല്ല രീതി ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ കോമഡിയുടെ ഒക്കെ ടൈമിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. ഏത് പ്രായക്കാർക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു മേക്കിംഗ്. പടത്തിൻ്റെ ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ, എഡിറ്റർ, ക്യാമറ ഗിരീഷിനെ എല്ലാവർക്കും അറിയാമല്ലോ. ഗിരീഷിന് ശരിക്കും നല്ലോണം പണി അറിയാം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളിയുടെ പൾസും അറിയാം, എങ്ങനെ എടുത്തു വെക്കണം. ഗിരീഷൊക്കെ ഒരു പടത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് ബാക്കിയാക്കും. പല ഡയറക്ടർമാരും സ്ട്രക്ചർ ഉണ്ടാക്കി ബാക്കിയൊക്കെ ഫില്ലിങ് ലൊക്കേഷനിൽ വെച്ചാണ്. ഇവിടെ ഗിരീഷ് എല്ലാം അപ്ഡേറ്റ് ആക്കിയതിന് ശേഷമേ ഉള്ളൂ പണിക്ക് ഇറങ്ങുള്ളൂ. ആളിങ്ങനെ ഇരിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ആരോടൊന്നും ഒരു ഭാവവും ഇല്ല, പക്ഷേ പണി അറിയും. വളരെ ശാന്തനാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടി ഇതാണ്, നമുക്കിവിടെ ഒന്നും സെറ്റാവും. അങ്ങനെ ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി സെറ്റാക്കി വിടാൻ ഇയാൾക്കറിയാം. ഗിരീഷ് മാത്രമല്ല, റൈറ്റർ വേറെ ഒരാളുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും പ്രൊഡക്ഷൻ ടീം അവർ ഗോളടിച്ച്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പറയുന്ന പോലെ ഓണം നെവിൻ പോളി തൂക്കി. ഈ നെവിനും ഈ മമിതയും തമ്മിലുള്ള കോംബോ നല്ല കിട്ടലിനാണ്. ഈ പുള്ളിക്കാരത്തി ആരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളോ അതൊക്കെ ആ കോംബോ കറക്റ്റ് ആകുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പുള്ളിക്കാരത്തി ഏൽപ്പിച്ചിരിക്കുന്ന പണി വൃത്തിക്ക് ചെയ്തിട്ട് പോകും. അതൊരു ടാലൻ്റാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണക്കാരിയായ പെങ്കൊച്ച്. ഇപ്പം നെവിൻ്റെ ക്യാരക്ടറാണെങ്കിൽ പോലും അടുത്തുള്ള വീട്ടിൽ ചെറുക്കൻ, അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇവിടെ നെവിൻ ഒരു വയസ്സനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്, 30+ നിൽക്കുന്ന അൺമാരീഡ് ആയിട്ട് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ 30+ നിൽക്കുന്ന ഒരു അൺമാരീഡ് ആണ്. കല്യാണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമില്ല, പ്രണയത്തിന് അങ്ങനെ പ്രായമില്ല. ഈ കല്യാണം കഴിക്കാനുള്ള പ്രായവും ജോലി കിട്ടാനുള്ള പ്രായവും ഇതൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മളല്ലേ. ഈ സൊസൈറ്റി തന്നെ രൂപീകരിച്ചിരിക്കുന്നത് നമ്മളല്ലേ. ഇതൊക്കെ നമ്മളുണ്ടാക്കിയാണ്. പണം, സമ്പാദ്യം, മക്കൾ, പങ്കാളി, ഇതൊക്കെ രൂപീകരിച്ചിരിക്കുന്നത് നമ്മളാണ്. പടത്തിൻ്റെ ക്രൂവിൻ്റെ അവർ വർക്ക് ചെയ്തിരിക്കുന്ന ഏത് മേഖല എടുത്താലും നിങ്ങളെ വെറുപ്പിക്കില്ല. ആ കാര്യത്തിൽ ഗ്യാരണ്ടി. ഇതൊരു മലങ്കൾട്ടായിരിക്കില്ല. ഇനി ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിലും ആ ഇഷ്ടപ്പെട്ടില്ലെന്നേ പറയുള്ളൂ. നെവിനെ സംബന്ധിച്ച് നെവിൻ്റെ ഒരു കംഫോർട്ട് സോണിൽ കിടന്ന് കളിക്കുന്നൊരു കളിയാണ്. അത് പുള്ളിക്ക് നല്ലോണം അറിയാം എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത്. അത് പുള്ളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ചിലർ പറയും ഇത് നെവിൻ്റെ കംബാക്കാണ്. നെവിൻ്റെ കംബാക്കാണോ ഗോബാക്കാണോ എന്ന് എനിക്കറിയത്തില്ല. നെവിൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്തിനാണ് ഈ കംബാക്ക്? നെവിൻ എല്ലാ വർഷവും പടമുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് നെവിൻ്റെ കംബാക്കാന്ന് പറയുമ്പം നെവിൻ എല്ലാ വർഷവും പടമുണ്ട്. പുള്ളി ഇവിടെ ഉണ്ട്. ടാലൻറ്റ് പ്രൂവ് ചെയ്ത വ്യക്തിയാണ്. അയാളെ സംബന്ധിച്ച് ഇനി സിനിമ അഭിനയിച്ചില്ലേ പോലും മലയാളിയുടെ മനസ്സിലുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഓണം സമയത്ത് ഇങ്ങനെ ഒരു സാധനം ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ പൾസ് അറിയാവുന്നവനാണ്. എപ്പോൾ ഇറക്കണം, എങ്ങനെ ഇറക്കണം, എവിടെ ഇറക്കണം, അത് കറക്റ്റായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഫാമിലി ഉൾപ്പെടെ വന്ന് കാണുന്നുണ്ട്. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇതുപോലത്തെ പടങ്ങളുടെ ഒരു പ്രത്യേകത റിപ്പീറ്റ് വാച്ചാണ്. തിയേറ്ററിൽ ചിലപ്പോൾ ആൾക്കാർ ഒരു തവണ പോയി കാണും, അല്ല 2 തവണ. OTTക്ക് വന്നു കഴിയുമ്പോൾ 3, 4 തവണയൊക്കെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇരുന്ന് കാണും. കാരണം വെച്ചാൽ മടുപ്പിക്കുന്നില്ല. ഒന്നാമത് ഈ ഓണ സമയത്ത് എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. അവരെ സംബന്ധിച്ച് ഫാമിലിയായിട്ടും കസിൻസൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോവുക, ഒരു പടം കണ്ട് എൻജോയ് ചെയ്യുക, അതിന് പറ്റിയൊരു പടം. നല്ലൊരു പടമാണ്. എല്ലാവരുടെയും റിവ്യൂ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ റിവ്യൂവിൻ്റെ അകത്ത് പലരും പല അഭിപ്രായങ്ങളും പറയും. ട്രെയിലർ, ടീസർ വാച്ച് ചെയ്യുക, നേരെ തിയേറ്ററിൽ പോവുക, കാണുക, എൻജോയ് ചെയ്യുക. ഓണത്തിന് പറ്റിയൊരു പടമാണ്. ഓണം അടിച്ചു പൊളിക്കാൻ, കുടുംബമൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ പടം. ഇത് റെയറായിട്ടൊന്ന് കൈ കിട്ടുന്ന. പോവുക, കാണുക, എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.